ഒരു ഞങ്ങള് അമ്പലത്തിൽ വന്നപ്പോഴും അവിടെ അല്ല ഞങ്ങൾ അമ്പലത്തിൽ വന്നപ്പോൾ പോലും അവിടെ പോലും വിടാതെ നമ്മളെ ലോട്ടറി കച്ചവടക്കാര് ഉണ്ടാവും. ഇങ്ങനെ നിൽക്കുകയാണ് ലോട്ടറി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മൾ എടുക്കണം. കാരുണ്യാണോ? ഇത് അക്ഷയല്ലേ? അക്ഷയ പിന്നെ എടുക്കാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പൊ ഞാൻ ലോട്ടറി എടുക്കാൻ പോവുകയാണ്. പക്ഷെ എനിക്ക് ലോട്ടറി അടിക്കണം എന്ന് വിചാരിച്ചിട്ടൊന്നുമല്ല. നമ്മൾക്ക് അർഹതപ്പെടാത്ത ഒരു 5 പൈസ നമുക്ക് കിട്ടില്ല. എനിക്ക് അടിക്കാനുള്ള സാധ്യതയില്ല. പക്ഷെ എന്താന്ന് വെച്ചാല് കാണിച്ചു തരാം. ഞങ്ങള് പൈസ എടുത്തില്ല. അപ്പൊ മോള് ടിക്കറ്റ് എടുക്കും, പൈസ കൊടുക്കാൻ പറയും. പൈസ എടുത്തില്ല. അപ്പൊ കൊടുക്ക്. എത്ര പൈന്? ഞാനേ അവരെ കണ്ടപ്പോ എടുക്കാൻ പറഞ്ഞാണ്. കണ്ടില്ലേ? ആരെങ്കിലും ഒരെണ്ണം എടുത്താൽ കുറച്ച് നേരത്തെ അവർക്ക് വീട്ടിൽ പോകാം. ആരും എടുത്തില്ല വെച്ചാൽ വൈകുന്നേരം വരെ ഇങ്ങനെ അല്ലെ. എത്ര മണി വരെ നിൽക്കും? 2 മണി വരെയോ 3 മണി വരെ ഇങ്ങനെ നടക്കും. ചില ആളുകളൊക്കെ ചില ടൗൺ ഏരിയയിലൊക്കെ ഇത് 12 മണിയാകുമ്പോ വിറ്റ് തീരും. അറിയോ? ടൗൺ ഏരിയയിലൊക്കെ 12 മണിക്ക് സാധനം തീരും അവരുടെ. നമ്മുടെ വില്ലേജ് സൈഡിലൊക്കെ ആളുകൾ 50 രൂപ വേണ്ട ഇത് എടുക്കാന്. അപ്പൊ എന്തെങ്കിലും പ്രായമായ ആൾക്കാരെയൊക്കെ കാണുമ്പോ നിങ്ങൾ ഒരു ലോട്ടറി എടുത്തിട്ട് സഹായിക്കുക. എന്റെ പേഴ്സിൽ പൈസ ഇല്ല. അപ്പോ എന്താ ചേട്ടാ? അപ്പൊ ഇന്നത്തെ വേഗം ലോട്ടറി തീരുട്ടോ. വേഗം തീർന്ന് വിട്ടു പോകാം. പറഞ്ഞിട്ട് എടുത്തത് നഷ്ടം വരില്ല. ഒന്നും കിട്ടിയില്ലെങ്കിൽ 4-34. നിങ്ങളെടുത്തില്ലേ? അതായത് നിങ്ങൾ അടിക്കാൻ വേണ്ടി എടുത്തല്ലേ? ഞാൻ അച്ഛൻ ചെയ്യുന്ന പോലെ ചെയ്തില്ല ഞാൻ പറഞ്ഞു. അല്ല, നിങ്ങൾ അടിക്കാൻ വേണ്ടി. അതെ പിന്നെ ആൾക്ക് പൈസ അച്ഛനെ പ്രായമുള്ള ആള്. അതന്നെ ഞാൻ അതിന് 5 രൂപ കിട്ടില്ലോ. അതന്നെയാണ്. അപ്പൊ ഇതാ നമ്പർ കേട്ടാ. ഒരു ലോട്ടറിക്ക് 5 രൂപ കിട്ടില്ല. ആള് ചോദിച്ചു. സത്യം പറയുന്ന ആളിനെ പറയൂ. ഒരെണ്ണം 5 രൂപ ഇല്ലേ? ഇതൊക്കെ ആൾക്കാർ ഒരെണ്ണം വെച്ച് 5 രൂപ കിട്ടുമോ? ശരി. അപ്പൊ ആള് ഞാൻ ടിക്കറ്റ് കച്ചവടത്തിന് പോണ്ടേട്ടാ. വിറ്റ് പോയെങ്കിൽ നല്ല കാര്യം. അപ്പൊ ഓക്കെ ചാച്ചാ. റെഡിമണി. ആർക്കും അടിക്കാന്ന് മനസ്സിലാക്കി. ഇത് 47-20 അടിക്കും ബസ്. 47-20